നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലെങ്കിൽ അല്പസമയം മാത്രം, എല്ലാവർക്കും നോമ്പാണല്ലോ എങ്കിലും കുറഞ്ഞ സമയം മാത്രം അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഇത്തിഖാഫിന്റെ നിയ്യത്തോടുകൂടെ ഈ ഇരിക്കുന്ന യുദ്ധം ഹബീബ് ത്വാഹ റസൂലുള്ളാഹ് പറഞ്ഞല്ലോ, മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ഈ ഭൂമിയിൽ രണ്ട് സ്വർഗമാണ് ഈ ഭൂമിയിലുള്ളത്. ഒന്ന് ഏതാണ്? ഇൽമിന്റെ സദസ്സ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിയ കാര്യം പറയുന്ന ഈ സദസ്സ്. ഇവിടെ നമ്മൾ ഇരിക്കല് സ്വർഗത്തിലിരിക്കും പോലെയാണ്. റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. അപ്പൊ നല്ല നിയ്യത്തോടുകൂടെ അല്പസമയം മറ്റൊരു സ്വർഗം ഏതാണ്? പറയുന്നത് മാ ബൈന ഖബരി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മദീനയിലുള്ളതായിരിക്കുന്ന ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുശറഫായ ശറഫാക്കപ്പെട്ട റൗള ശരീഫിന്റെയും അതേപോലെ അവിടുത്തെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം, റസൂലുള്ളാഹി ഖുതുബ ഓതിയിരുന്ന മിമ്പറിന്റെയും അവിടുത്തെ റൗളത്തുൽ ഷരീഫിന്റെയും ഇടയിലുള്ള സ്ഥലം ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ നമുക്ക് കാണാം. അവിടെ ചെല്ലുമ്പോൾ കാണാം ഏകദേശം 300ഓളം ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഈ സ്ഥലം റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. അവിടെ പോയി ഇരിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ഭാഗ്യമാണ്. അത് സ്വർഗത്തിന്റെ തോപ്പാണ്, അത് സ്വർഗം തന്നെയാണ്. രണ്ടഭിപ്രായം. ഒന്നുകിൽ അവിടെ ഇരിക്കുന്നത് സ്വർഗത്തിൽ ഇരിക്കും പോലെയാണ്, അതല്ലെങ്കിൽ ആ സ്ഥലം അതേപോലെ ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗത്തിൽ കൊണ്ടുവരും. സ്വർഗത്തിൽ ആ സ്ഥലം ഉണ്ടാവുന്ന, അപ്പൊ അവിടെ പോയി ഇരുന്നാൽ സ്വർഗത്തിൽ ഇരിക്കും പോലെയാണ്. അവിടെയാണല്ലോ നമുക്കറിയാം കൊടക്കയില് ക്യൂ ആണ്. കുറഞ്ഞ സമയത്ത് ഇരിക്കാൻ പറ്റുള്ള കൂടെ എണീറ്റ് പോരണം. പിന്നെ അങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കാൻ മാത്രം അനുവാദം കൊടുക്കും. അപ്പൊ അങ്ങനെ കാത്തിരിക്കുക. സലാം കിട്ടിയാൽ അല്ലേ ഒന്നുമറിയാം. ദ്വാരക്കാനൊന്നും സമ്മതിക്കൂല. നിസ്കാരം കഴിയാൻ ഉടനെ എണീക്കുക, നിസ്കാരം കഴിയാൻ എണീക്കുക. ഇപ്പോ എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു ഉമർ നഷ്ട മുമ്പ് വർക്ക് ചെയ്യുന്നതാണ്. അയാൾ പറഞ്ഞു, സലാം വിട്ടായിരുന്നാൽ മതി, സലാം വിട്ട് തിരിയായിരുന്നാൽ മതി. സലാം വിട്ടിയുള്ളൂ അറിയുള്ളൂ. നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് തഹിയ്യത്തൊക്കെ ഓതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറയലുള്ള നിർബന്ധം. തിരിയൽ സുന്നത്തല്ലേ, തിന്നായാലും അറിയുള്ളൂ, തിരിയായിരുന്നാൽ മതി. എന്നിട്ട് അവിടെ നമുക്ക് ദുആകൾ ധാരാളം വർദ്ധിപ്പിച്ച് എണീറ്റ് പോരാം. അപ്പോൾ വളരെ പുണ്യമായ സ്ഥലമാണ് റൗള. അതേപോലത്തെ റൗളയാണ് മജ്ലിസുൽ ഇൽമി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുന്നതായ ഇൽമു പഠിപ്പിക്കുന്ന സദസ്സ് റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. സ്വർഗ്ഗത്തോപ്പാണ്. അള്ളാഹു നമുക്ക് നഫിയാൽ പ്രദാനം ചെയ്യട്ടെ. ഏതായാലും ഇപ്പോൾ നമ്മിലേക്ക് അടുത്തു കൊണ്ടിരിക്കുന്ന ദിവസമാണ് പരിശുദ്ധമായിരിക്കുന്ന റമദാനിന്റെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതായിരിക്കുന്ന രാവ്. ഇന്ന് അസ്തമിക്കുന്ന രാവ് 24ാമത്തെ രാവ്. നാളെ അസ്തമിക്കുന്ന രാത്രിയാണ് 25ാമത്തെ രാവ്. 25ാമത്തെ രാവ് വളരെ സുപ്രധാനമാണ്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയാണ്. പരിശുദ്ധ റമദാൻ തുടങ്ങുന്ന ദിവസം നോക്കിയിട്ട് ചില പണ്ഡിതന്മാര് കണക്കാക്കിയിട്ടുണ്ട്. ചില പണ്ഡിതന്മാര് പറയുന്നു, അബുൽ ഹസൻ ഷാദുലി റഹ്മഹുല്ലാഹ്, അബുൽ ഹസൻ ഷാദുലി റഹ്മഹുല്ലാഹ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് കാണാം. ഇൻകാന അവ്വലുഹു അൽ അഹദ, റമദാൻ 1ാമത്തെ ദിവസം ഞായറാഴ്ചയാണോ, എന്നാൽ ആ വർഷത്തിലുള്ള ലൈലത്തുൽ ഖദ്ർ 29ാമത്തെ രാവാണ്. ഫലൈലത്തു 29. അതല്ല റമദാൻ 1ാമത്തെ ദിവസം തിങ്കളാഴ്ചയാണോ, അവിൽ ഇസ്നൈനി, തിങ്കളാഴ്ചയാണ് റമദാൻ 1 ആ വർഷം തുടങ്ങുന്നതെങ്കിൽ ആ വർഷത്തിലുള്ള ലൈലത്തുൽ ഖദ്ർ 21. അതല്ല ചൊവ്വാഴ്ചയാണോ റമദാൻ 1 എങ്കിൽ 27ാമത്തെ രാവ്.
അതല്ലാവിൽ അറബിയാണ് ഈ ബുധനാഴ്ച ദിവസമാണോ റമദാൻ 1 എങ്കിൽ 19 അവിൽ ഖമീസി അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണോ റമദാൻ 1 എങ്കിൽ ആ വർഷത്തിലുള്ള ലൈലത്തുൽ ഖദ്ർ 25 അതാണ് നാളെ അസ്തമിക്കുന്ന രാവ് 25-ാമത്തെ രാവാണ്. ഈ വർഷത്തെ നമ്മൾ നോമ്പ് തുടങ്ങിയത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഈ കണക്ക് പ്രകാരം അടുത്തതായിരിക്കുന്ന ശനിയാഴ്ച നാളെ അസ്തമിച്ച രാവ് 25-ാമത്തെ രാവാണ്. അതല്ല വെള്ളിയാഴ്ചയാണോ റമദാൻ 1 എങ്കിൽ 17-നാണ്. ശനിയാഴ്ചയാണോ നോമ്പ് എങ്കിൽ 23-ാമത്തെ രാവ് ഇന്നലത്തെ രാവ്. ഏതായാലും പല അഭിപ്രായങ്ങളുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന പുണ്യമായ രാവാണ്. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ ആ സൂറത്തിനെ പറ്റി പറയുന്നുണ്ട്. സൂറത്തുൽ ഖദ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന് തുടങ്ങുന്ന മഹത്തായ സൂറത്തുൽ ഖദ്ർ എന്ന പേരുള്ള ഈ അധ്യായം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. വളരെ മഹത്വമുള്ള സൂറത്താണ്. വുദൂ ചെയ്തു കഴിഞ്ഞാൽ വുദൂവിന് ശേഷമുള്ള ദുആ അത് കഴിഞ്ഞ ശേഷമായി കൊണ്ട് ഈ സൂറത്തുൽ ഖദ്ർ ഓതൽ വളരെ പുണ്യമുള്ളതാണ്. 1, 2, 3 പ്രാവശ്യം സൂറത്തുൽ ഖദ്ർ വുദൂ ചെയ്ത ഉടനെ ഓതൽ പ്രത്യേകമായ സുന്നത്താകുന്നു. വലിയ മഹത്വമുള്ളതാണ്. മഹാന്മാരായ ശുഹദാക്കളുടെ കൂട്ടത്തിൽ അവന്റെ പേരിനെ അള്ളാഹു എഴുതുമെന്നുള്ളതാണ്. വുദൂ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ തന്നെ വാഹനത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നവരാണ്. വാഹനത്തിൽ കയറുമ്പോൾ ഈ സൂറത്ത് പ്രത്യേകമായ സുന്നത്താണ്. സാധാരണ ചെല്ലുന്ന ദിക്റുകൾക്ക് പുറമെ ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹില്ലദീ എന്നുള്ള ദിക്ർ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന ദിക്ർ ചൊല്ലിയിട്ട് സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇതൊക്കെ ചൊല്ലിയിട്ട് ഈ മഹത്തായ സൂറത്ത് വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ഈ സൂറത്ത് ഓതിയാൽ യാതൊരു അപകടങ്ങളും കൂടാതെ അതിൽ നിന്ന് സുരക്ഷിതനായിക്കൊണ്ട് ഏത് യാത്രയാവട്ടെ, ഏത് വാഹനമാവട്ടെ, കരയിലൂടെയാവട്ടെ, ആകാശത്തിലൂടെയാവട്ടെ, ജലത്തിലൂടെയാവട്ടെ, ഏത് യാത്രയിലും ഈ സൂറത്ത് ഓതിയാൽ ഈ വാഹനം കയറിക്കഴിഞ്ഞാൽ ഇന്ന അൻസൽന ഓതിക്കോ അതേറ്റം നന്നാ. എപ്പോൾ വാഹനത്തിൽ കയറുകയാണെങ്കിലും ഇവിടെ വണ്ടി വിടുകയാണെങ്കിലും വാഹനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിലും എപ്പോഴും ഇന്നാൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ഈ സൂറത്ത് ഓതിയിട്ടായിരിക്കണം. വിമാനത്തിൽ കയറുകയാണെങ്കിലും കപ്പലിൽ കയറുകയാണെങ്കിലും കാറിൽ കയറുകയാണെങ്കിലും ഓരോ വാഹനത്തിൽ കയറപ്പെടും നമ്മൾ മറക്കാതെ എപ്പോഴും അത് ചെയ്യുക. ഇന്നലെ കണ്ടിട്ട് നിങ്ങൾ മുറയൂരിലെ കണ്ടേ കാറും ബസ് പിടിച്ച് ആ സമയത്ത് തന്നെ 3 പേര് ഒരുമിച്ച് അല്ലേ വീട്ടിൽ മണാർക്കാട് സ്വദേശികൾ. അല്ലാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഇതാണ് അപകടങ്ങൾ. ഏതായാലും പരിശുദ്ധ ഖുർആനിൽ ഈ സൂറത്ത് അല്ലാഹു ഈ വിഷയത്തെ പറ്റിയാണ് പറയുന്നത്. ഇന്നാ അൻസൽനാഹു തീർച്ചയായിട്ടും പരിശുദ്ധമായ ഖുർആനെ നാം ഇറക്കി. സൂറത്തുൽ ഖദ്ർ മക്കിയാണ്. ഹിജ്റയുടെ മുമ്പ് അവതരിച്ചതായിരിക്കുന്ന ആ സൂറത്താണ്. 5 അല്ലെങ്കിൽ 6 ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു തീർച്ചയായിട്ടും ഈ പരിശുദ്ധ ഖുർആനെ നാം ഇറക്കി. ഫീ ലൈലത്തുൽ ഖദ്രി പുണ്യമായ രാത്രിയിലാണ് ഖുർആനെ നാം ഇറക്കിയത്. ഖുർആൻ ഇറക്കി എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിങ്ങോട്ട് ഇറക്കി. ജുംലത്തൻ വാഹിദ മിനൽ ലൗഹിൽ മഹ്ഫൂദി ലൗഹുൽ മഹ്ഫൂദാവുന്ന ആ സ്ഥലത്തിൽ നിന്ന് 1ാമത്തെ ആകാശത്തിലുള്ള ബൈത്തുൽ ഇസ്സയിലേക്ക് ഈ പരിശുദ്ധമായ പുണ്യമായ രാത്രിയിൽ ഇറക്കി.
പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓരോ ഘട്ടങ്ങളിലായി 23 കൊല്ലങ്ങളിലായി കൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഇറങ്ങുന്നത്. ഒന്നാം ആകാശത്തേക്കുള്ള ഇറക്കമാണ് പറയുന്നത് ഫീ ലൈലത്തിൽ ഖദരി, ഖദറിന്റെ രാത്രി. ലൈലത്ത് എന്ന രാത്രി, ഖദർ എന്ന് പറഞ്ഞാൽ ഷറഫ്, ശ്രേഷ്ഠമായ രാത്രി, പുണ്യമായ രാത്രി, ശ്രേഷ്ഠമായ രാത്രി ഖുർആൻ നാം ഇറക്കി. വീണ്ടും അല്ലാഹ് ചോദിക്കുന്നു, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നബിയെ നിങ്ങൾക്കറിയുമോ ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എന്താണ് ലൈലത്തുൽ ഖദർ നിങ്ങൾക്കറിയുമോ? എന്നിട്ട് പറഞ്ഞു കൊടുക്കണം ലൈലത്തുൽ ഖദരി, ലൈലത്തുൽ ഖദറാകുന്ന പുണ്യമായ രാത്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണ്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠം. 1000 മാസം എന്ന് പറയുമ്പോൾ 83 കൊല്ലം 4 മാസം. 1000 അരച്ചു വയ്ക്കുമ്പോൾ 12, അപ്പൊ കിട്ടുന്ന ഉത്തരാണ് 83.4. 83 കൊല്ലവും 4 മാസവും. ലൈലത്തുൽ ഖദർ ഇല്ലാത്ത 83 കൊല്ലവും 4 മാസവും. അല്ലാതെ ലൈലത്തുൽ ഖദറിനുള്ള ഓരോ കൊല്ലങ്ങൾ. അപ്പൊ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരേ ഒരു രാത്രി, 12 മണിക്കൂർ 13 മണിക്കൂർ സമയമുള്ള ഈ സമയം അത്രയും പുണ്യമുള്ളതാണ്. ഒരു കൊല്ലത്തിൽ ഒരൊറ്റ രാത്രി മാത്രം, ഒരു വർഷത്തിൽ ഒരു രാത്രി. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവാണ്. അപ്പൊ അതിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പോലെ അമൽ സ്വാലിഹു ഫിഹാ ഖൈറും ഫി അൽഫി ശഹർ, 1000 മാസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ പുണ്യമുള്ളതാണ്. അപ്പൊ ഈ വരാനിരിക്കുന്ന രാവുകളൊക്കെ ഇരുന്നിയുള്ള ഒറ്റയായ രാവുകൾ മുഴുവനും നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അന്നത്തെ രാത്രിയുടെ പ്രത്യേകത ഖുർആൻ പറയുന്നു, തനസ്സലുൽ മലായികതു, അല്ലാഹുവിന്റെ മലക്കുകൾ ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും. മലക്കുകൾ ഇറങ്ങി വരും. ഹദീസിൽ കാണാം, ലൈലത്തുൽ ഖദറിന്റെ രാവിലെ ഇറങ്ങുന്ന മലക്കുകൾ സിദ്റത്തുൽ മുൻതഹയിൽ താമസിക്കുന്ന പ്രത്യേകമായ ഒരു കൂട്ടം മലക്കുകളാണ്. അവർ ഈ രാത്രിയിൽ മാത്രമാണ് ലോകത്തേക്ക് വരുന്നത്. തനസ്സലുൽ മലായികതു, മലക്കുകൾ ഇറങ്ങി വരും. അതേപോലെ പ്രധാനപ്പെട്ട മലക്കാവുന്ന റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇറങ്ങി വരും. മലക്കുകളൊക്കെ വരും. കൂടാതെ പ്രത്യേകമായ അവരുടെ ലീഡറായ, നേതാവായ, ക്യാപ്റ്റനായ റൂഹുൽ അമീനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം, റഈസുൽ അംലാക്, മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ പരിശുദ്ധമായ രാത്രിയിൽ ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും. തനസ്സലുൽ മലായികതു വറൂഹ്, റൂഹാവുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങും ഫിഹാ, ഈ രാത്രിയിൽ ബിഇദ്നി റബ്ബിഹിം, അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുവാദ പ്രകാരം, മിൻ കുല്ലി അംരിൻ, ഈ ലോകത്ത് ഒരു വർഷത്തേക്ക് നടപ്പാക്കേണ്ട മുഴുവൻ കാര്യങ്ങളുമായി കൊണ്ടാണ് അവർ വരിക. ഒരു വർഷം ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ, ജന്മം, അതുപോലെ മരണം, അതേപോലെ ഭക്ഷണം, അതുപോലത്തെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇതെല്ലാം കൊണ്ട് അതൊക്കെ നടപ്പാക്കേണ്ട കാര്യങ്ങളുമായി കൊണ്ട് ഈ മലക്കുകളും ഈ പറയപ്പെട്ട ആളുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, സലാമുൻ രക്ഷയാണ് ഹിയ ആ രാത്രി, ഹത്താ മത്ലഇൽ ഫജ്ർ, സൂര്യൻ ഉദയസാദിക വെളിവാകുന്നവരെ സുബ്ഹി വരെ. അതാണ് ഈ മഹത്തായ സൂറത്തിൽ അല്ലാഹു പറയുന്ന വിഷയം. അപ്പൊ മലക്കുകൾ ഇറങ്ങി വരും, ജിബ്രീൽ ഇറങ്ങി വരും. എന്നിട്ട് പ്രത്യേകമായി നമുക്ക് എല്ലാവർക്കും സലാം പറയും. അങ്ങനെയുള്ള ഒരു പുണ്യമായ രാവാണ്, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവാണ്. ഇതിന്റെ വിശദീകരണ തഫ്സീർ സ്വാമിയാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ പറയുന്നു, ബഹുമാനപ്പെട്ട മഹാനവറുകൾ പറയുന്നു, ഹദീസ് ധാരാളം പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും അതേപോലെ ധാരാളം മലക്കുകൾ ഈ ഭൂമിയിലെ ലോകത്തേക്ക് ഇറങ്ങുന്ന നേതാവ് ജിബ്രീൽ, വജിബ്രീൽ അലൈഹിസ്സലാമു മഅഹു അർബഅതു അൽബിയത്തിൻ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ 4 അൽബിയത്ത് ഉണ്ടാവും, 4 പതാകയുണ്ടാകും. 4 പതാകയും കൈപിടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമി ലോകത്തേക്ക് വരുന്നത്. ഒരു പതാകയും സ്ഥാപിക്കും, ലിവാൽ, ഒരു കൊടിയെ, അലാ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളുടെ റൗള ശരീഫിന്റെ മുകളിൽ ഒരു പതാക സ്ഥാപിക്കും. വലിവാൻ അലാ ദഹരി ബൈത്തുൽ മുഖദ്ദസി, ബൈത്തുൽ മുഖദ്ദസാകുന്ന പള്ളിയുടെ മുകളിലും ഒരു പതാക. വലിവാൻ അലാ ദഹരിൽ മസ്ജിദിൽ ഹറാം,
പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ ഒരു പതാക, തൂരിസീന പർവ്വതത്തിന്റെ മുകളിലും ഒരു പതാക. ഇങ്ങനെ 4 പതാക, പ്രധാനപ്പെട്ട 3 പള്ളിയിലും തൂരിസീന പർവ്വതത്തിലും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുമായി സംസാരിച്ചതായിരിക്കുന്ന ആ പർവ്വതം, അള്ളയുമായി കൊണ്ട് സംസാരിച്ചത്, അള്ളാഹുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചു. കലീമുള്ള എന്ന് ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു തആല സ്ഥാനം കൊടുത്തു. അള്ളാഹുനോട് സംസാരിച്ചാണ്. അധികം ആളുകൾക്കും അള്ളാഹുനോട് സംസാരിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അള്ളാഹുനോട് സംസാരിക്കാൻ കഴിഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ത്വാഹ ആ സംഭവം പറയുന്നില്ലേ? അള്ളാഹു ചോദിച്ചില്ലേ, മൂസാ നബിയോട് ചോദിച്ചു, എന്താണ് മൂസാ നബിയെ നിങ്ങളെ കയ്യിൽ? മൂസാ നബിയെ നിങ്ങളെ കയ്യിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഒരു മറുപടി കൊടുക്കണം. എന്താണ്? ഹിയ അസ്വായ, ഇതെന്റെ വടിയാണ്. ചോദ്യത്തിന് മറുപടി കൊടുത്താൽ മതിയല്ലേ? എന്താണ് കയ്യില്? എന്താ കയ്യില്? ഇത് മൊബൈലാണ്, എന്താ വാച്ചാണ്, അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എന്നാ മറുപടി നിർത്തിയില്ല. ഇതെന്റെ വടിയാണ്, ഇതുകൊണ്ട് ഞാൻ എൻ്റെ ആടുകൾക്ക് ഞാൻ ഇലകൾ ഒഴിച്ചു കൊടുക്കും, ഇത് ഞാൻ കുത്തി നടക്കും, ഇതിൽ വീണ്ടും ധാരാളം ഉപകാരങ്ങളുണ്ട്. ഇതാ മറുപടി കൊടുത്തത്. ചോദിച്ചത് എന്താ? കയ്യിൽ എന്താണ് വെച്ചത്? അപ്പൊ മറുപടി നല്ലോണം പറഞ്ഞു. എന്തിനാ അങ്ങനെ മറുപടി പറഞ്ഞത്? അള്ളാഹിനോട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ലേ? ആ നാരിക്കത്തിതും നമ്മൾ അങ്ങനെയല്ലേ, ഒരു പ്രധാനപ്പെട്ട ഒരാൾ നമ്മളോട് അഭിമുഖമായിട്ട് സംസാരിക്കാനൊക്കെ ചാൻസ് കിട്ടിയാൽ 2 വാക്ക് പറഞ്ഞ് നിർത്തുവോ? ഇല്ല. അതൊക്കെ വലിയൊരു അവസരമല്ലേ? ഇത്രയും മഹാനായ ആളോട് സംസാരിക്കാനൊരു സമയം കിട്ടിയെന്നുള്ളത്. അപ്പം ആ രൂപത്തിലാണ് ബഹുമാനപ്പെട്ട മൂസാ നബി ധാരാളം സംസാരിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവോട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത്. ഏതായാലും ആ പർവ്വതത്തിന്റെ മുകളിലാണ് ഒരു പതാക. ഇങ്ങനെ 4 പതാക. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ നബവി, പ്രധാനപ്പെട്ട 3 പള്ളിയാണല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം 10,000 കോടി റക്അത്തിന്റെ കൂലിയാണ് മസ്ജിദുൽ ഹറാം. നമ്മുടെ പ്രിയപ്പെട്ട ഹജ്ജിലൂടെ അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ വിഭാഗത്തുകളും സ്വീകരിക്കട്ടെ. ഇപ്പോൾ മദീനയിൽ മക്കത്തൊക്കെ പോയിട്ട് ഉംറ ചെയ്തു വരാൻ ഭാഗ്യം ലഭിച്ച ആളാണ്. പരിശുദ്ധ റമളാനിലുള്ള ഉംറ ഹജ്ജിനോട് തുല്യം, അതല്ലെങ്കിൽ എന്നോടുകൂടെ ഹജ്ജ് ചെയ്ത പോലെ റസൂൽ പറഞ്ഞത്. തഅദിലു ഹജ്ജതൻ മഈ, അല്ലെങ്കിൽ ഹജ്ജ് റമളാനിലുള്ള ഉംറ ഹജ്ജിന്റെ പ്രതിഫലമാണ്. അല്ലെങ്കിൽ നബിന്റെ കൂടെ ഹജ്ജ് ചെയ്ത പോലെ അല്ലാഹു ആ പോലെ അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്നു. ഏതായാലും മസ്ജിദുൽ ഹറാമിലേക്ക് ഒരു റക്അത്ത് നിസ്കരിച്ചാലേ 10,000 കോടി റക്അത്തിന്റെ കൂലിയാണ്. മദീന പള്ളിയിൽ 10 ലക്ഷം, മറ്റേത് 1000 ഫലസ്തീൻ. അപ്പോൾ ആ നിലകളിൽ 3 പ്രധാനപ്പെട്ട പള്ളിയിലും മസ്ജിദുൽ തൂരിസീന പർവ്വതത്തിലും 4 പതാക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്ഥാപിച്ച ശേഷം ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു വീടിനെയും ഉപേക്ഷിക്കൂല. ഫീഹി മുഅ്മിനൻ, ഒരു മുഅ്മിനോ അല്ലെങ്കിൽ മുഅ്മിനത്തോ ആയ ആണോ പെണ്ണോ മുഅ്മിനായ ഒരാളുള്ള ഒരൊറ്റ വീടും ഒഴിവാക്കൂല. എല്ലാ വീട്ടിലും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരും. ഇല്ലാ ദഖലഹു വസല്ലമ അലൈഹി, ആ വീട്ടിൽ വരും, എന്നിട്ട് ആ വീട്ടുകാർക്ക് സലാം പറയും. വയഖൂലു യാ മുഅ്മിൻ യാ മുഅ്മിന അസ്സലാമു യഖറഉക്കും. അങ്ങനെ ആ വീട്ടുകാരുടെ മേലിൽ വന്നിട്ട് സലാം പറയും, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. ആ സമയത്ത് നമ്മൾ ഇബാദത്തിൽ മുഴുകണം. ആ സമയത്ത് നമ്മൾ നിദ്രയിലല്ല, ഉറക്കത്തിലല്ല. ആ സമയത്ത് ഇബാദത്ത് കൊണ്ടാണ് നമ്മൾ ഈ രാത്രിയെ ധന്യമാക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ വീട്ടിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരും. അവർ മലക്കുകളാണ്. ജിബ്രീലിന് വരാൻ കഴിയും. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പ്രകാശത്തിന്റെ വേഗത എത്രയാണ്! ആ നിലയ്ക്ക് എല്ലാ വീട്ടിലും വരും. പക്ഷെ വരാത്ത ചില വീടുകളുണ്ട്. ഏതാണ് ആ വീട്? കുറച്ച് വീട്ടുകൾക്ക് വരൂല. ഏതാണ്? പരിസംഖ്യ കൊടുക്കാത്ത വീടൊന്നുമില്ല അല്ലേ? ഏത് വീട്ടിലേക്കാണ് വരാത്തവര്? ഇല്ല അലാ മുദ്മിനി ഖംറിൻ വഖാതി റഹ്മിൻ വാകിൽ ലഹ്മിൻ സീർ. നിത്യമായി കൊണ്ട് മദ്യം സേവിക്കുന്നവരെ, ലഹരി ഉപയോഗിക്കുന്നവരെ വീട്ടിലേക്ക് വരില്ല. കുടുംബബന്ധം മുറിക്കുന്നവരെ വീട്ടിലേക്ക് വരില്ല. പന്നിമാംസം കഴിക്കുന്നവരെ വീട്ടിലേക്ക് വരില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.
അപ്പൊ കുടുംബം വന്ന് ചേർക്കുക, അതുപോലെ ഈ നിലക്കുള്ള ലഹരിയൊന്നും ഉപയോഗിക്കാതിരിക്കുക. അത്തരം വീട്ടിലേക്കാണ് ലൈലത്തുൽ ഖദറിന്റെ രാവിൽ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പ്രവേശനം. തന്നെയുമല്ല, ഈ രാത്രി മുഴുവനും അവരെന്താണ്, അവർ വരികയാണ്. എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് മലക്കുകൾ. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിൽക്കുകയോ നിസ്കരിക്കുകയോ ഇരിക്കുകയോ ചെയ്തുകൊണ്ട് നിസ്കരിക്കുക, അതുപോലെ ഇബാദത്തുകളും ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും അവർ ദുആ ചെയ്യും. യുസല്ലൂന വയുസല്ലിമൂന, അവർ ദുആ ചെയ്യും, അവർ സലാം പറയും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇന്നലെ മലായികത്ത് ഫീ തിൽക്കൽ ലൈലത്തി അക്സറ മിൻ അദദിൽ ഹസ്വാ, ഭൂമിയിലുള്ള ചിരക്കല്ലിന്റെ എണ്ണത്തേക്കാൾ കൂടുതൽ മലക്കുകൾ അന്നത്തെ രാവിലെ ഭൂമി ലോകത്തുണ്ടാവും. അപ്പോൾ ആ മഹത്തായ രാവാണ് നമ്മിലേക്ക് നടത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമുക്കെല്ലാവർക്കും ഇബാദത്തുകൾ ധാരാളം ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇബാദത്തുകൾ എന്തൊക്കെയാണ്? ധാരാളം ഇബാദത്തുകൾ ചെയ്യുക. നിസ്കാരമാണെങ്കിൽ അങ്ങനെ, അതേപോലത്തെ ദിക്റുകളാണെങ്കിൽ ഖുർആൻ ഓതാണെങ്കിലും അങ്ങനെ. പക്ഷേ എല്ലാ കാര്യങ്ങളും ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ഹയാത്താക്കണം, ഉറക്കൊഴിച്ചുകൊണ്ട് ഇബാദത്ത് എടുക്കണം. അതിന് ചിലപ്പോൾ സാധിക്കണമെന്നില്ല, എല്ലാവർക്കും കഴിയണമെന്നില്ല. രോഗികളുണ്ടാവും, അശക്തരായ ആളുകളുണ്ടാവും, വാർദ്ധക്യം പ്രാപിച്ചവരുണ്ടാവും. എല്ലാവർക്കും ഈ പുണ്യമായ രാവിന്റെ മഹത്വം ലഭിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ മഗ്രിബ് നിസ്കാരം, അതേപോലെ ഇശാ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക. മഗ്രിബും ഇശാവും, കാരണം രാത്രിയിലുള്ള നിസ്കാരം മഗ്രിബ് ഇശ, ഈ രണ്ട് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക. ഹദീസിൽ കാണാം, മൻ സല്ലൽ മഗ്രിബ വൽ ഇശാഅ ഫീ ജമാഅത്തിൻ ഫഖദ് അഖദ ബിഹദ്ദിൻ വാഫിരിൻ മിൻ ലൈലത്തുൽ ഖദ്രി. ലൈലത്തുൽ ഖദ്റിന്റെ മഹത്തായ പ്രതിഫലം കരസ്ഥമാക്കിയവനാണ് ആര്? മൻ സല്ലൽ മഗ്രിബ, മഗ്രിബ് നിസ്കരിച്ചു, വൽ ഇശാഅ നിസ്കരിച്ചു, ഫീ ജമാഅത്തിൻ, ജമാഅത്തായിട്ട് നിസ്കരിക്കുക. വീട്ടിലുള്ള നമ്മുടെ സഹോദരിമാര് അവർക്ക് ജമാഅത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ജമാഅത്ത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുതേ. ചുരുങ്ങിയത് 2 പേര് പോലെ ജമാഅത്ത് ലഭിക്കാൻ. ആണും പെണ്ണുമാകുമ്പോ ആണ് തന്നെ ഇമാമ നിൽക്കണം. പെണ്ണും പെണ്ണുമാണെങ്കിൽ പെണ്ണിന് ഇമാമ നിൽക്കാം. ഒരിക്കലും പെണ്ണിന് ആണിന് പെണ്ണ് ഇമാമ നിൽക്കരുതേ. അതോട് ശ്രദ്ധിക്കേണ്ടത്. ഭർത്താവ് പറയാ, ഭാര്യ പറഞ്ഞു, ഭർത്താവ് പറയാൻ എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഇമാമുക്കാനൊന്നും അറിയില്ല, നീ നിന്നോ എന്ന് പറയാൻ പറ്റില്ല. ആണ് പെണ്ണൊരിക്കലും ആണെനിക്ക് ഇമാമുക്കാൻ പറ്റില്ല. ഇതോട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ജമാഅത്തിന്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജമാഅത്തിന്റെ നിയ്യത്ത് വെക്കുക, ഇമാമോട് പുരസ്കരിക്കും. ഇമാമാണെങ്കിൽ ഇമാമൻ, ഇത്രേ ഉള്ളൂ. അതോടുകൂടെ ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കും. അതെന്നും ജമാഅത്താണ്. വീട്ടിലൊക്കെ സുഖമില്ലാത്തവർക്കാണെങ്കിൽ ഭാര്യയും ഭർത്താവൊക്കെ വയസ്സായ ആണെങ്കിലും അവരൊക്കെ ജമാഅത്താണ്. അപ്പൊ മഗ്രിബും ഇശാഉം ഹദീസാണ്. ഷിയാക്കള് ശരിക്കുള്ള സുന്നിയാളും 2-3 ഐറ്റം അതിന് മുസ്ലിമാണെന്നുള്ള അഭിപ്രായമുള്ള ഇതുണ്ട്, അല്ലാന്നുള്ളത് 2-3 ഐറ്റങ്ങള്.